ദാമ്പത്യ ജീവിതത്തിൽ സംശയം ഒരു വില്ലനായി വരുന്നതിൻ്റെ ഒരു സംഭവമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പല കുടുംബങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ തകർച്ചയിലേക്ക് പോയതിൻ്റെയൊക്കെ പല കാരണങ്ങളും ഈ ഒരു ഈവിളാണ്. ഈ ജീവിത പങ്കാളികൾക്ക് രണ്ടുപേർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള എന്തായാലും ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിൽ ഫ്രീഡം തരാത്ത റിലേഷൻഷിപ്പിനെ ഒന്നും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കുറേയൊക്കെ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ മനസ്സിൽ കൂടിയ ഒരു സംശയരോഗമായിരിക്കാം. സൈക്കാട്രി എന്നൊക്കെ പറയുമ്പോൾ അതൊരു രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നൊരു അങ്ങനെ നമുക്ക് അതൊരു സിവിയർ കേസാണ്. അവർക്ക് ഇത് പ്രയറിലൂടെ ഓവർകം ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനായി വന്നിരിക്കുന്നത് ടിൻഡി ചേച്ചിയും ഞങ്ങളുടെ പപ്പയും അമ്മയാണ്. എൻ്റെ പപ്പ എൽവിസ് കോട്ടൂരാൻ 25 വർഷത്തോളം മിനിസ്ട്രിയൽ സർവീസിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പിൻ്റെ ഡയറക്ടറാണ്. അമ്മ പ്രിയ എൽവിസ് പപ്പ എന്നെ ശുശ്രൂഷകളിലും ഈ മിനിസ്ട്രിയൽ സർവീസിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോം മേക്കറും കൂടെയാണ്. ഞങ്ങൾ 7 മക്കളാണുള്ളത്. എറണാകുളത്ത് നിന്ന് തന്നെയാണ് ഇവർ ബേസ്ഡ്. ആൻഡ് ടിൻഡി ചേച്ചി ഹസ്ബൻഡ് സോണി ചേട്ടൻ ഇവർ എറണാകുളത്ത് തന്നെയാണ് സെറ്റിൽ. ഇവർ 5 മക്കളാണുള്ളത്. ടിൻഡി ചേച്ചി ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റും കൂടെയാണ്. നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ സംശയം ഒരു വില്ലനായി വരുന്നതിൻ്റെ ഒരു സംഭവമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു സ്പിരിച്വൽ ആംഗിളിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇതൊരു മാരിറ്റൽ ലൈഫിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൽ ഇതെങ്ങനെ രൂപപ്പെട്ട് വരുന്നു, അതിൻ്റെയൊക്കെ ഒരു സ്പിരിച്വൽ ആംഗിളൊക്കെ എന്താണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളതെന്ന് പറയാമോ? സ്പിരിച്വൽ ആംഗിളും ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു സൈക്കോളജിക്കൽ കാരണമുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് കൂടുതലും ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആകാനാണ് സാധ്യത. കാരണം ഇതൊരു കുടുംബജീവിതത്തെ വളരെയധികം സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആ ബന്ധത്തെ തകർക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു ഈവിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഈവിൾ സൈഡുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നുന്നു. പല കുടുംബങ്ങളും വലിയ പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ തകർച്ചയിലേക്ക് പോയതിൻ്റെയൊക്കെ പല കാരണങ്ങളും ഈ ഒരു ഈവിളാണ്. അപ്പോൾ അത് എനിക്ക് തോന്നണത് 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഒരു പ്രശ്നം ഒരു സൈക്കാട്രിക്കൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ട്. അത് കുറച്ച് പേരുണ്ട്. പക്ഷേ എന്നാലും കൂടുതലും നമ്മുടെ ഒരു ചിന്താമണ്ഡലത്തിൽ നിന്നുണ്ടാകുന്ന ഒരു സാധനമായിട്ടാണ്. അപ്പോൾ അതായിരിക്കും അത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഡീല് ചെയ്യണം. ഇത് എൻ്റെ പ്രോബ്ലമാണോ, അതോ ഞാൻ കുറേ കേട്ടതും പഠിച്ചതും ഒക്കെ വെച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതാണോ നമ്മളൊന്ന് നോക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തെ ഒരു ഫസ്റ്റ് സാധനമായിട്ട് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് സ്നേഹം കൂടിപ്പോകുന്നത് കൊണ്ടുള്ളൊരു ആഫ്റ്റർ എഫക്റ്റ് ആയി വരുന്നതാണോ ഈ ഒരു സംശയം എന്നുള്ളത്, അതോ ഇത് സംശയം അത് നമ്മുടെ ഒരു രോഗം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് ഇതാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലത്തെ ഒരു പോയിന്റിൽ ശരിക്കും നമ്മൾക്ക് ഉള്ള ബോധ്യങ്ങൾ എന്തുവാണെന്നുള്ളത്, ഇപ്പം നമ്മൾ പല ആൾക്കാരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അവർ കണ്ടത് അവരുടെ പാരൻസ് എങ്ങനെയാണ് അവരുടെ ഒരു ലൈഫിനെ കൊണ്ടുപോയതെന്നുള്ള ഒരു സംഭവം അവർ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ അവർ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ, കേട്ട സിനിമകൾ, കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ ചില വാർത്തകൾ, അല്ലെ അങ്ങനത്തെ എക്സ്പീരിയൻസസ് അവരുമായിട്ട് ഇതെല്ലാം കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അവർ വിവാഹ ജീവിതത്തിൽ ഒരു എക്സ്പെരിമെൻറ്റ്, ഇപ്പോൾ ചിലരുടെയൊക്കെ ലൈഫിൽ ഞാൻ പലപ്പോഴും ചില കൗൺസിലിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കിനും ചിലർ പറയാറുണ്ട്, ഞങ്ങൾ കല്യാണം വളരെ ആലോചിച്ചെടുത്തതാണ്, വീട്ടുകാരൊക്കെ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തു, ഞങ്ങൾക്ക് കുറച്ച് നേരം സംസാരിക്കാനും ഒരുമിച്ച് അതിന് പ്രിപ്പയർ ചെയ്യാനുള്ളൊക്കെ സമയമൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ പുള്ളിക്കാരന് ഭയങ്കര സംശയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ അന്ന് വർത്തമാനം പറഞ്ഞ് നടന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ അന്ന് ചിരിച്ച് നടന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനത്തെ സമാനമായിട്ടുള്ള ഇൻസിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അതായത് ഇപ്പം കോള് വിളിച്ചാൽ ആ സ്പോട്ടിൽ തന്നെ ചിലപ്പോൾ എടുത്തോണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പം തന്നെ, അല്ലെങ്കിൽ എന്നെ വിട്ടൊരു സംഭവം, ചിലപ്പം പൊസസീവ്നെസ് എന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ അന്ന് ഇതൊന്നും ഒന്നൊരു മിസ്മാച്ച് തോന്നിയില്ലേ?
അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് അന്ന് എന്നോടുള്ള ഭയങ്കര സ്നേഹത്തിൻ്റെ ഒരു സംഭവമായിട്ടാണല്ലോ അതാണ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ചില പെൺകുട്ടികൾ ഭയങ്കരമായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മൾ വിചാരിക്കുന്നത് നമ്മളോടുള്ള ഏതാണ്ട് സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് എനിക്ക് തോന്നുന്നു ജീവിത പങ്കാളികൾക്ക് രണ്ടുപേർക്കും ഇൻഡിവിജ്വലായിട്ടുള്ള എന്തായാലും ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിൽ ഫ്രീഡം തരാത്ത റിലേഷൻഷിപ്പിനെ ഒന്നും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ചുള്ള സംഭവങ്ങളുണ്ട്, പക്ഷേ എന്നാൽ പോലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുപക്ഷെ വിവാഹം കഴിക്കുന്നതിന് മുൻപേ ഉള്ള നമ്മൾ പരിചയപ്പെടുന്ന നിമിഷങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ആ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഉള്ള സമയങ്ങളിലോ ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും പ്രവൃത്തികളിലും ആ ഒരു ബിഹേവിയറിലും ആറ്റിറ്റ്യൂഡിലും കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ നമ്മുടെ തോട്ട്സിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാണ്, എന്തെങ്കിലും ഒരു വിഷയമുണ്ട്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ജീവിത പങ്കാളിൽ ഒരാൾക്കൊരു ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഈ പറഞ്ഞൊരു സൈക്കോളജിക്കൽ ഹെൽപ്പ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം സൈക്കാട്രി എന്നൊക്കെ പറയുമ്പോൾ അതൊരു രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്നൊരു അങ്ങനെ അതൊരു സിവിയർ കേസാണ്. സംശയം എന്ന് പറഞ്ഞ രോഗമുണ്ട്, പക്ഷേ അതൊരു മെഡിസിനൽ ഹെൽപ്പ് എടുക്കേണ്ട സംഭവമാണ്. പക്ഷേ ചിലർക്ക് ചിലപ്പം അവരുടെ കൊഗ്നിറ്റീവ് ലെവലിലുള്ള പ്രശ്നമായിരിക്കാം, ഈ കിട്ടിയ ബോധ്യങ്ങളാവാം, കേട്ട കാര്യങ്ങൾ കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചതായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ആരിൽ നിന്നൊക്കെ കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണോ ചിലപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ എനിക്ക് വന്നില്ലാത്തത് കൊണ്ട് എനിക്ക് വന്ന ചില പ്രശ്നങ്ങളാണോ? അപ്പോൾ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് എൻ്റെ ഈ തോട്ട് പ്രോസസ്സിലായിരിക്കും ചിലപ്പം വിഷയം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു ട്രൗമയിൽ നിന്ന് എനിക്ക് വന്ന സംഭവമായിരിക്കുമെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അവിടെ വെച്ച് ഇത് മൈൽഡാണോ, ഇത് മോഡറേറ്റ് ആണോ, ഇത് സിവിയർ ലെവലിലാണോ, വെദർ ഞാൻ മെഡിസിനൽ ഹെൽപ്പ് എടുക്കേണ്ട ആളാണോ, അതോ ഇന്ന ചില കാര്യങ്ങൾ വ്യത്യാസം വരുത്തിയാൽ എനിക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ പരസ്പര വിശ്വാസമില്ലായ്മ അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു സോളിഡ് റീസൺ ഈ സംശയമൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അമ്മയൊക്കെ ആണെങ്കിൽ ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ അമ്മയുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കാം ഇതിനൊക്കെ ഒരു റീസൺ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇതൊരു ദാമ്പത്യ ജീവിതത്തിനെ നശിപ്പിക്കുന്ന ഒരു സാധനമായിട്ട് മാറുന്നത് എന്തുകൊണ്ടായി? അതെ, കുറേയൊക്കെ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ മനസ്സിൽ കൂടിയ ഒരു സംശയരോഗമായിരിക്കാം. ചിലപ്പം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പലരും പല സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മൾ വളർന്നു വരുന്നത്. കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടുള്ള റിജക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറവുകളുണ്ടാകുമ്പം അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു പൊസസീവ്നെസ്, ഓവർ പൊസസീവ്, ഒരാളെ നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അയാൾ എൻ്റെത് മാത്രമാകണം എന്നുള്ള ഒരു പൊസസീവ്നെസ്സിൽ നിന്ന് നമുക്ക് ഈ ഒരു സംശയരോഗം വരുന്നതാണ്. അപ്പോൾ ഒരു പരിധിവരെയൊക്കെ നമ്മൾ വളർന്ന സാഹചര്യങ്ങളൊക്കെ നമ്മളൊന്ന്, ഇതെല്ലാം കർത്താവിലാണ് സൊല്യൂഷനുള്ളത്. അപ്പം നമ്മൾ ഈശോയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ഇതെല്ലാം പുറകിലോട്ട് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുകയും എന്താണ് പ്രശ്നമെന്നൊക്കെ ഒരു സൈക്കോളജിക്കൽ ലെവലിലൊക്കെ ശരിക്കും ദൈവം ഇടപെട്ടാൽ ഒരു പരിധിവരെയൊക്കെ രക്ഷപ്പെടുമെന്നാണ്. എനിക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം ഇവിടെ നമുക്കൊരു ഇൻ്റർവെൻഷൻ ശരിക്കും പറഞ്ഞാൽ ചെയ്യാവുന്നത്, ഇതിപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പ്രോഗ്രാം കാണുന്നവർക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ ചിന്തിക്കാമെന്നറിയാം. നമ്മളിതൊരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇത് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, അതിനൊരു ഇൻ്റർവെൻഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് പലപ്പോഴും കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ അപ്പൻ എങ്ങനെയാണോ ഫാമിലിയിൽ ബിഹേവ് ചെയ്യുന്നത്, അത് പ്രത്യേകിച്ച് ബോയ്സ് അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് എടുക്കും. അതായത് എനിക്ക് ഒരുപാട് കേസസ് വരുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അവർ പറയും, ഈ ഒരു പ്രോബ്ലമായിട്ട് ആ കപ്പിൾ വരികയാണ്. അപ്പോൾ ആ കപ്പിൾ വരുന്ന പ്രോബ്ലം, അവൻ്റെ അപ്പൻ നേരത്തെ അവൻ്റെ അമ്മയോട് ബിഹേവ് ചെയ്തത് എന്താണോ അതാണ് ഇപ്പോൾ അവൻ കാണിക്കുന്നത്. അതായത് അന്ന് അമ്മയെ ഉപദ്രവിക്കുന്നതും അല്ലെ അമ്മയോട് സംശയരോഗത്തോടു കൂടി ഇടപെടുന്നതും മദ്യപിച്ചു വരുന്നതും ഒക്കെ ഈ വ്യക്തിയെ സംബന്ധിച്ച് അന്ന് പേടിയോടുകൂടി ഈ കുട്ടി മാറി നിൽക്കുകയും, അല്ലെ കുറച്ച് ടീനേജറൊക്കെ ആയപ്പോൾ അവൻ പറയും, എൻ്റെ അമ്മ ഞാനൊരിക്കലും ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിരിക്കില്ല, അല്ല അവൻ അന്ന് തീരുമാനിക്കും ഞാനൊരിക്കലും ഇങ്ങനൊരാളാവില്ല. പക്ഷേ അവൻ്റെ ലൈഫിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ എക്സാക്ട്ലി അവൻ്റെ അപ്പൻ എന്താണോ അവൻ്റെ അമ്മയോട് ചെയ്തത് അതേ സെയിം സംഭവം ഇവൻ്റെ ജീവിത പങ്കാളിയോട് കാണിച്ചു. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ഇതിനെ ഞാൻ ജനറലൈസ് ചെയ്യുമല്ല, എല്ലാവരും ഇങ്ങനെ കാണിക്കണമെന്നില്ല, ചിലരത് അബോർഷനോടുകൂടി മാറാം. പക്ഷേ അതിനകത്തൊരു ഹെൽത്തി ആയിട്ടുള്ള ഇടപെടൽ, ഈ പറഞ്ഞ പോലെ ഒരു ഹീലിംഗ് അവിടെ സംഭവിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇൻ്റർവെൻഷൻ അവിടെ നടന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് അൺഹെൽത്തി ആയിട്ടുള്ളൊരു പ്രാക്ടീസായിട്ട് ഇവൻ്റെ ഫാമിലി ലൈഫിൽ തീർച്ചയായിട്ടും വരും. അത് പ്രത്യേകിച്ചും അപ്പൻ്റെ ആ ഒരു റോള്, അപ്പൻ്റെ ആ ഒരു സംഭവം ഈ ഭയങ്കരമായിട്ട് ഈ ബോയ്സ് ടേക്കപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ വച്ചൊരു ഇൻ്റർവെൻഷൻ വേണമെങ്കിൽ ചെയ്യാം.
വളരെ ബോധപൂർവം അതുകൊണ്ട് ആ ബ്രിങ്ങിങ് അപ്പിൽ തന്നെ നമുക്കത് മനസ്സിലാക്കി കൊടുക്കാം. നമുക്ക് ഇപ്പം നമ്മളൊരാൾ ഇപ്പം വന്നിരിക്കുന്ന ഒരു കപ്പിൾസ് ഇത് മനസ്സിലാക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും നന്നായി പോവുകയും ചെയ്താൽ അവരുടെ ഫ്യൂച്ചർ ബേബീസ് അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ ലൈഫിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒരിക്കലും ഈ സാധനം അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് കൊണ്ട് ആ സംഭവം ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഈ സംഭവം തലമുറയായിട്ട് ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നോക്കുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെ അതൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഈ ഒരു ബ്രിങ്ങിങ് അപ്പിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഇന്നർ വൂണ്ട് കാരണം ചിലപ്പോൾ ഉണ്ടാവുന്നതായിരിക്കാം. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്പിരിച്വൽ ആംഗിളിൽ നിന്ന് എങ്ങനെയായിരിക്കാം, നമുക്ക് എന്തൊക്കെ ചെയ്തുകൊണ്ട് നമുക്കിതൊക്കെ അവോയ്ഡ് ചെയ്യാം എന്നൊന്ന് പറയാമോ? ഇതിൻ്റെ ഒരു മെയിൻ, എനിക്ക് തോന്നുന്ന ഒരു മെയിൻ കാരണം ഈ പറഞ്ഞ പോലെ ഇന്നർ വൂണ്ടാണ്. പിന്നെ നമ്മൾ കണ്ടപോലെ കുടുംബത്തിൽ നിന്ന് കിട്ടും ഈ സാധനം. നമ്മൾ ബൈബിളിലാണെങ്കിലും അബ്രാഹം സാറായുമായിട്ട് പോകുമ്പം ഈജിപ്തിൽ ചെല്ലുമ്പം ഒരു ഫിയർ എന്ന് പറയാണ്, നീ എൻ്റെ സഹോദരിയാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരിയായിട്ട് പറഞ്ഞു. ഇതേ സാധനം ഇസ്ഹാക്ക് റബേക്കയോടും ചെയ്യുന്നുണ്ട്. അത് ഇവർ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല, പക്ഷേ സെക്കൻഡ് ജനറേഷൻ വരുമ്പോഴും ഇതേ പാറ്റേൺ വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഈ പറഞ്ഞ പോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളത് എൻ്റെ പ്രശ്നം എന്നെ തന്നെ തീർക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. അതിന് ഈശോയുടെ അടുത്ത് നിന്ന് അത് ഞാൻ അഡ്മിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ഇന്നർ വൂണ്ടിൻ്റെ പ്രശ്നമാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുണ്ട്. രണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ അവിശ്വസ്തത കാട്ടി ജീവിച്ച ഒരാളാണെങ്കിൽ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇയാളും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് ഉണ്ടാവും. അതൊരു ഗിൽറ്റാണ് കൂടുതലും, വൂണ്ടും ഗിൽറ്റും ആയിരിക്കും കൂടുതലും ഇതിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യം. അപ്പോൾ അത് നമ്മൾ അവിടെയാണ് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് പക്ഷേ ഇത് മാരകമായൊരു എന്താ പറയുക തിന്മ എന്ന് പറയും. കാരണം ഒരു ഒരു വ്യക്തിനെ നമുക്ക് അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ ഇതുകൊണ്ട്. പക്ഷെ അത് കുറേ പേര് അത് പറഞ്ഞാൽ ഇത് എന്താണെന്നൊന്ന് നമ്മൾ ശരിക്കും എക്സാമിൻ ചെയ്യണം. അത് ശരിക്കുള്ളതാണോ, അതോ എൻ്റെ ഫിയറാണോ, അതോ എൻ്റെ ഞാൻ അനുഭവിച്ച് മറ്റാളിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണോ. അപ്പം അത് ശരിക്കും നമ്മൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റും. പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് സൊല്യൂഷൻ കിട്ടും. ഈ പറഞ്ഞ പോലെ അത് ഈ ജനറേഷനിൽ അത് തീർത്ത് പോകണം. അത് അത് പോവും, തീർച്ചയായിട്ടും അടുത്ത ജനറേഷനിലേക്ക് അത് വരാൻ സാധ്യതയുള്ള ഒരു തിന്മയാണ്. അപ്പോൾ പിന്നെ ഇപ്പം ഇത് ഫേസ് ചെയ്യുന്ന ഇപ്പം ഈ ഒരു കപ്പിൾ എന്നുള്ള രീതിയിൽ ഇപ്പം ഹസ്ബൻഡും വൈഫിൻ്റെ അകത്ത് ഇപ്പം ഹസ്ബൻഡിൻ്റെ സംശയം ഫേസ് ചെയ്യുന്ന വൈഫ്, അവർക്ക് അല്ലെങ്കിൽ നേരെ വൈസ് വേഴ്സ അവർക്ക് ഇത് പ്രയറിലൂടെ ഇത് ശരിക്കും ഓവർകം ചെയ്യാൻ പറ്റുമോ? അവിടെ പ്രയർ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ പ്രയറിൻ്റെ കൂടെ ഈ ചെയ്യുന്ന ആൾ ഇതിനെക്കുറിച്ച് അവെയർ അല്ലല്ലോ. അപ്പോൾ ആ അവെയർനെസ് ഉണ്ടാക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രയർ ചിലപ്പോൾ അതിന് ഓപ്പണിങ് കിട്ടാം ഒഴിയുണ്ട്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യത്തില്ല, ഒരാൾ സമ്മതിക്കത്തില്ല. പക്ഷേ ഇത് പ്രയറിൽ മാത്രം തീർക്കേണ്ട ഒരു പ്രശ്നമല്ല, അത് നീഡ്സ് അസിസ്റ്റൻസ്. അപ്പോൾ അസിസ്റ്റൻസ് കിട്ടാൻ പ്രയർ നമ്മളെ ഹെൽപ്പ് ചെയ്യും, പിന്നെ ഹീലിംഗ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ പ്രയറിൽ മാത്രം അത് തീരുന്നൊരു സാധനം തോന്നില്ല. നമ്മളത് ആരെങ്കിലും കൊണ്ട് അഡ്രസ്സ് ചെയ്ത് ആ വ്യക്തിക്ക് ബോധ്യമായില്ലെങ്കിൽ പിന്നെ ഇത് വീണ്ടും അത് ഇങ്ങനെ വരും. അപ്പോൾ അത് നമുക്ക് ബോധ്യമാകണം, ഇത് എൻ്റെ പ്രോബ്ലം ആണെന്ന് ബോധ്യമാകത്തക്ക രീതിയിൽ ഒരു അസിസ്റ്റൻസ് കൊടുത്താൽ മാറ്റിയെടുക്കാവുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്നിത് വേറൊരു പോയിന്റും കൂടി ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ശരിക്കും മാരേജിന് ഒരുങ്ങുന്ന കപ്പിൾസ് ശരിക്കും അവരെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ ഒരു സ്വഭാവ രീതികളും അല്ലെ അതിന് മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു ഇത്തരം ചില അസിസ്റ്റൻസ് നേടുവാണെങ്കിൽ തന്നെ നല്ലതാണ്. ഇപ്പം എനിക്ക് വിവാഹത്തെക്കുറിച്ചുള്ള എൻ്റെ തോട്ട്സ് എന്താണ്, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള എൻ്റെ ആ ഒരു വിചാരങ്ങൾ എന്താണ്, എങ്ങനെയായിരിക്കണം എൻ്റെ ജീവിത പങ്കാളി എന്നൊക്കെയുള്ള ചിലർക്കെല്ലാം ഒരു എന്താ പറയുക അവർ തന്നെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ സങ്കല്പ സൃഷ്ടികൾ ചിലപ്പം തച്ചുടയ്ക്കണമായിരിക്കും. അതിന് ശരിക്കും ഈ പറഞ്ഞ പോലെ അസിസ്റ്റൻസ് എടുക്കലും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചൊരുങ്ങലും അല്ലെങ്കിൽ എൻ്റെ നമുക്ക് തന്നെ ചില സ്വഭാവങ്ങൾ അറിയാം, നമ്മുടെ തന്നെ വളരെ കൊള്ളരുതാത്ത സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവത്തിലൊരു വ്യത്യാസം വരുത്തണം, ഒരു റെഗുലേഷൻ വരണം എന്നൊക്കെയുള്ള ഒരു തീരുമാനമെടുക്കലും പ്രാർത്ഥിച്ചൊരുങ്ങലും ഒക്കെ വരുന്നത് ശരിക്കും എന്നിട്ട് ഇതിലേക്ക് വളരെ കാര്യമായിട്ട് തന്നെ വെച്ചാൽ ഇതൊരു സ്നേഹം എന്നുള്ള സംഭവത്തിനൊരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ടെന്നുള്ളൊരു പോയിന്റ് ഇപ്പം ജോൺ പോൾ സെക്കൻഡിൻ്റെ തിയോളജി ഓഫ് ദ ബോഡിയിലൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ കാലത്ത് സ്നേഹമാണ് അതെന്തോ ഒരു വളരെ ഇങ്ങനെ പിടിച്ചു വാങ്ങുന്ന ഒരു സംഭവമായിട്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് എല്ലാവരുടെയും ചിന്തയിൽ. പക്ഷേ
എൻ്റെ സ്നേഹത്തിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്, അതാണ് ലവ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു വിചാരത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാർക്ക് അത് എന്നിൽ മാറ്റം വരുത്താനുള്ള റെസ്പോൺസിബിലിറ്റി, അതുപോലെ എൻ്റെ ജീവിത പങ്കാളിയെ അംഗീകരിക്കാനും അവരെ സ്നേഹിക്കാനുമുള്ളൊരു റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിൽ ഒരുങ്ങാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ചർച്ച നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി ഈ ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്കും തോന്നിയതാ, ഓപ്പൺനെസ്സിന് എന്തെങ്കിലും ഇവിടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണറിൻ്റെ ഓപ്പൺ ആകും തോറും മറ്റൊരു ഒരു കംഫർട്ടബിൾ ആക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ്? ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ, ഈ ഒരു സ്മാർട്ട് ഫോൺ യുഗത്തിൽ ആ ഒരു ഓപ്പൺനെസ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഒരു ക്രൈസിസ് ആണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത്. എല്ലാവരും ഒരു പ്രൈവസി അല്ലെങ്കിൽ ഒരു ഓപ്പൺ അല്ല, എൻ്റെ പാർട്ട്ണർ ഒട്ടും ഓപ്പൺ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് പോലെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എന്തായാലും ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ട്, അത് ഉറപ്പാണ്. പക്ഷേ എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കുന്നത് നമ്മളുടെ ഒരു ട്രാൻസ്പെറൻസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നേരത്തെ ബ്രദർ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഉള്ളിൽ കള്ളത്തരം ഉണ്ടെങ്കിലാണല്ലോ, ഇപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഞാൻ ഹൈഡ് ചെയ്യാനുള്ള സ്വഭാവം ഞാൻ കാണിക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എൻ്റെ ജീവിത പങ്കാളി കണ്ടാൽ പ്രശ്നമുണ്ട്, എൻ്റെ വാട്സാപ്പ് ഇത് കണ്ട്. പക്ഷേ എനിക്ക് ഓപ്പണായിട്ട് എൻ്റെ സ്മാർട്ട് ഫോൺ ഫ്രണ്ടിലിടാം, നിങ്ങൾക്കും കാണാം ഇത് എനിക്ക് വരുന്ന ചാറ്റ് ഇതൊക്കെയാണ്, എൻ്റെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ എന്ന് വെച്ചിപ്പം കാണുന്നതെല്ലാം ഒരു ഓപ്പണായിട്ടൊരു പ്രശ്നമാകാൻ ഇതാരാ അതാരാ എന്ന് ചോദിക്കാനുള്ളൊരു പ്രശ്നമായിട്ടത് വരരുത്. പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്പൺനെസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്കൊരു കപടത ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസിയാണ് അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ സംശയത്തിൻ്റെ ഒരു സാധ്യത ഇല്ല. നമ്മൾ എവിടെയാണ് പോകുന്നത്, ആരോടൊക്കെയാണ് മിണ്ടുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ ഒരു ഇത് ഒരു വേണ്ടാത്തൊരു പ്രാക്ടീസ് ആയിരിക്കും. എപ്പോഴും നമ്മൾ എന്താണ്, എന്തുകൊണ്ടാണ്, ഈ വാട്ട് വിച്ച് വൈ ഇത് എപ്പോഴെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം നമുക്കില്ല. അതിന് നമുക്ക് പരസ്പരം സംസാരിക്കാനൊക്കെ പറ്റും. പക്ഷേ ആ തൊടുന്നതിനും പിടിക്കുന്നതിനും ഞാൻ അങ്ങനെയുള്ള കേസ് ഇഷ്ടം നമ്മൾ വിചാരിക്കുന്നതല്ല. നമ്മൾ വിചാരിക്കും ഈ ന്യൂ ജനറേഷനിൽ എല്ലാവരും അടിച്ചു പൊളിച്ച് ആകെ കൂടെ സേവ് ദ ഡേറ്റിൻ്റെ മറ്റേ പോസ്റ്റർ കാണിക്കുമ്പോഴും അതിൻ്റെ പോസ്റ്റർ ഇടുമ്പോഴും ഈ മാരേജ് വീഡിയോ ഇടുമ്പോഴുള്ള ഈ പരിപാടി മാത്രമേ ഉള്ളൂ. 3 മാസം കഴിയുമ്പോൾ സംഗതി ഹോട്ടാണ്, സംഗതി തീരെ മറിയുവാണ്. അത് കഴിയുമ്പോൾ ഇവർക്കില്ലാത്ത, അതായത് നമ്മൾ വിചാരിക്കാത്ത വിഷയത്തിലേക്കാണ് ഈ ചിരിച്ചു നിന്നവരാണ് ശരിക്കും പറയാം. അപ്പം ശരിക്കും ഒരു ലൈങ് കൾച്ചർ ഭയങ്കരമായിട്ട് കൂടുന്നൊരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞത്. ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കൂടെ ഇത് ഞാൻ എന്താ പറയുക ഈവിളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ നല്ലൊരു കൺഫെഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ കൺഫെഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പഴയ ചരിത്രം പോയിട്ട് ഞാൻ വേറെ പറയേണ്ട കാര്യമില്ല. അതും തിന്മ മുതലെടുക്കും. ഞാനൊരു നല്ല ആളാന്ന് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ പഴയ ജീവിതം എല്ലാം കൂടി തുറന്ന് ആദ്യം കാണുന്ന പെണ്ണിൻ്റെ അടുത്തെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ മനസ്സിൽ അനാവശ്യമായിട്ട് നമ്മളൊരു സാധനം കൊണ്ട് അങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു കുടുംബജീവിതത്തിൽ ആവശ്യമില്ല. അതുകൊണ്ട് പറയാം, നല്ലൊരു പ്രോപ്പർ കൺഫെഷനോടുകൂടി പോകുന്നു, പഴയത് മറക്കുന്നു, ദൈവത്തെ ഏൽപ്പിക്കുന്നു, ഞാനൊരു പുതിയ. അപ്പം അതൊക്കെ ഒരു വിവാഹത്തിന് വരുമ്പം നമ്മളും ചെയ്യണം. കാരണം ഞാനങ്ങനെ ഒരുങ്ങിയെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ആ ഒരുക്കം കിട്ടും. അതാണ് നമ്മൾ ഈ പാപം നമ്മളെ വേട്ടയാടെന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെയൊന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ ഒരുങ്ങുന്നുവോ അതനുസരിച്ച് എൻ്റെ ജീവിത പങ്കാളിയും ദൈവം ഒരുക്കും. അപ്പം ഞാൻ എല്ലാ തോന്നിയാസം കളിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു കുട്ടിയായിരിക്കും വരുന്നത്. പക്ഷേ ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കാതെ ഇതൊന്നും ഏറ്റുപറയാതെ വന്ന് ചുമ്മാ ഒരു തുപ്രാത്തിൽ തമാശയ്ക്കൊരു പഴയ കഥ പറഞ്ഞാൽ മതി, അത് കയറി പിടിച്ച് പ്രശ്നങ്ങളാകും. അങ്ങനെയും പ്രശ്നം ഉണ്ടാവുന്നുണ്ടാവും. ചിലർക്കൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ കൺഫെഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പോയിന്റ് വന്നത്. ശരിക്കും ചിലർ കൺഫസ് ചെയ്താലും റിപ്പീറ്റഡ്ലി കൺഫസ് ചെയ്താലും സ്വയം മാപ്പ് കൊടുക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവർ പിന്നീട് അത് തന്നെ ഓർത്ത് അത് വിഷയം, അതായത് പെർഫെക്ഷനിസം എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാരുണ്ട്. അതായത് ഐ എം നോട്ട് വർത്തി എന്ന് ചിന്തിക്കുന്ന, പഴയ ഭൂതകാല സംഭവങ്ങൾ ഓർത്തിട്ടാണ്, ഒന്നും പറഞ്ഞെന്ന് പോലുമല്ല, ചെറുതെ ചിന്തിച്ച് അവർ തന്നെ സ്വയം നശിക്കുകയാണ്. നല്ല ലൈഫാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ സമയം കിട്ടുമ്പോഴെല്ലാം ഞാനിങ്ങനെ ചിന്തിച്ച് ഈ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഈ സാധനം ഇങ്ങനെ നമ്മൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു പോയിന്റാണ്. നമ്മളൊരു കുമ്പസാരിക്കുന്ന കൂദാശയിൽ അതാണ് അത് കറക്റ്റ്. അതാണ് നമ്മൾ വിവാഹ ജീവിതത്തിൽ നമ്മൾ ആ 3 പേര് തമ്മിലുള്ള ആ സംഭവം വളരെ കറക്റ്റാണെന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിൽ ഏൽപ്പിച്ച കാര്യം അത് അവിടെ വിട്ടുകൊടുക്കാനുള്ള ഒരു ഇത് കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നും അങ്ങനെ വേദനിച്ച് നല്ല ജീവിത പങ്കാളിയാണ് കിട്ടിയിരിക്കുന്നത്, നല്ല കുടുംബമായിട്ട് സെറ്റായിരിക്കുകയാണ്. പക്ഷേ
ഞാൻ മാത്രം ചിന്തിക്കുവാണ്, അയ്യോ അന്ന് ചിരിച്ച് കാണിച്ച ചേട്ടനെ ഓർത്തിട്ട് ഇന്ന് അങ്ങനെ കുളമായിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കുമ്പസാരം എന്ന കുദാശയിൽ അങ്ങനെ ക്രിസ്തുവിനെ കൃത്യമായിട്ട് ക്രിസ്തുവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിക്കാനുള്ള ഒരു ധൈര്യവും അല്ലെങ്കിൽ ആ ഒരു കരുണ ഞാൻ സ്വീകരിച്ചു എന്നുള്ള ബോധ്യവും ഒക്കെ നമുക്കില്ല എങ്കിൽ അങ്ങനെയും നശിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ശരിക്കും ഈ ഒരു ഭയങ്കര ഒരു കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ ഇടയായിട്ട് അല്ലേ. ആദ്യം നമ്മൾ ഈ ഒരു പ്രോബ്ലം ഒരു വ്യക്തിയിലുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഈശോയിലേക്ക് സമർപ്പിക്കുക. ഇതൊക്കെയായിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു സൊല്യൂഷൻ. 1-to-1 വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെയും അവരുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. നമുക്ക് ജനറലൈസ് ചെയ്തതിനെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ വന്നു കഴിയുമ്പോഴാണ് ഇപ്പോൾ ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെ ഇവരുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, അങ്ങനത്തെ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ്, ഇവരുടെ പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളും മാറ്റേഴ്സ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ഡൗട്ട്ഫുൾ ആണോ, നമ്മുടെ ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫാമിലി വളരെ മനോഹരമായിട്ട് പോകുന്നതും സമാധാനമായിട്ട് പോകുന്നതും എയിമുള്ള ഒരാളാണെങ്കിൽ എപ്പം നമുക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് തോന്നിയാലും വളരെ ജെനുവിനായിട്ടുള്ള ആൾക്കാരുടെ സഹായം തേടുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മളൊരു കുമ്പസാരിച്ചാൽ മതിയായിരിക്കും, ചിലപ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ ആരാധനയ്ക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും, നമ്മുടെ ഫാമിലിയിൽ ആ സമാധാനത്തിനുള്ള സൊല്യൂഷൻ നമുക്ക് തുറന്നു കിട്ടുമായിരിക്കും. പക്ഷെ അത് നമ്മൾ ചെയ്യാതെ ആ സ്റ്റെപ്പ് വെക്കാതിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ സോ ഡിഫറെൻ്റ് ആണ്, ഇഷ്യൂസ് ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആണ്, അതിനെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഇതിനകത്ത് ഏത് ഫാമിലി പ്രോബ്ലത്തിൻ്റെയും ഒരു നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന കാര്യം, എവറി പ്രോബ്ലം ഇൻ അവർ ഫാമിലി ക്യാൻ ബി അബ്സല്യൂട്ട്ലി റിസോൾവ്ഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പോൾ യേശുവിൽ അത് പരിഹാരമുണ്ടെന്നുള്ളൂ, ആൻസർ ഉണ്ട്. പക്ഷേ യേശുവിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അത് എൻ്റെ ഒരു സമർപ്പണം, എൻ്റെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടാകും, എൻ്റെ സമർപ്പണത്തിൻ്റെ ആവശ്യമുണ്ടാകും. അപ്പോൾ അത് വരുമ്പോഴാണ് ദൈവം അതിൻ്റെ അകത്ത് ഇടപെടുക. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പിരിച്വൽ ആംഗിളും കൂടി ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു ഡയബോളിക്കൽ അല്ലെങ്കിൽ ഒരു തിന്മയുടെ ഒരു സ്വാധീനം ഇതിൻ്റെ അകത്ത് വരാം. അപ്പോൾ അവിടെ ഒരു ഡെലിവറൻസ് ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ കുറേ മാറിപ്പോവാം. അത് വെറും സൈക്കോളജിക്കൽ മാത്രം ആകണമെന്നില്ല, അതിൻ്റെ അകത്ത് ഒരു പൈശാചിക ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അപ്പോൾ ബിക്കോസ് അതാണ് ഒരു കുടുംബം നശിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു സാധനം അതാണ്. അപ്പോൾ പിശാച് എപ്പോഴും അങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രയറും അങ്ങനെ പ്രാർത്ഥന കൊണ്ട് ഈ രീതിയിലും കൂടി നമ്മളൊന്ന് പ്രാർത്ഥിക്കണമല്ല, വെറും അത് ഇന്നർ വൂണ്ടിനെ ഇതെടുത്ത് ഉപയോഗിക്കാം. നമ്മുടെ വൂണ്ട്സിനാണ് പിശാച് കൂടുതൽ പ്രവർത്തിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തൊരു ആ ആംഗിളും കൂടി നമ്മളൊന്ന് ചിന്തിക്കുകയും അങ്ങനെ ഏതെങ്കിലും അങ്ങനെ ഡെലിവറൻസുള്ള അച്ഛന്മാരെടുത്ത് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലൊക്കെ കുറേ സൊല്യൂഷൻസ് കിട്ടും. നമ്മളൊരു സൊല്യൂഷൻ ഒരു സ്റ്റെപ്പ് എടുക്കാത്തിടത്തോളം കാലം, ഇപ്പോൾ ഇന്നത്തെ ജനറേഷൻ ആണെങ്കിൽ ഒരു യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞിട്ടൊരു കൾച്ചറാണ് ശരിക്കും. സംശയരോഗമുണ്ടോ, ഓക്കെ എന്നാൽ ഡിവോഴ്സിലേക്ക് നോക്കിയേക്കാം, അല്ലെങ്കിൽ ഇന്നൊരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു എന്നാൽ പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നെ കൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതായത് ആ റെസ്പോൺസിബിലിറ്റി എടുക്കാനോ അതിനുള്ള ധൈര്യം കാണിക്കാത്തൊരവസ്ഥയാണ്. അപ്പം ഇത് വിവരക്കേട് നമ്മൾ കാണിക്കരുത്. നമ്മൾ ഇതൊരു കൂദാശയായിട്ട് സ്വീകരിച്ചവർ ക്ഷമയോടുകൂടി അതിനെ സമീപിക്കുകയും അല്ല അതിനൊരു സൊല്യൂഷനിലേക്ക്, അതിപ്പം വെദർ ഇറ്റ് ഈസ് സ്പിരിച്വൽ, സൈക്കോളജിക്കൽ, ഏത് മേഖലയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് മൂവ് ചെയ്യണം. തീർച്ചയായിട്ടും പ്രാർത്ഥന അതിന് വലിയൊരു തുറവി തരും, ഉറപ്പായിട്ടും തരും. അത് ഈവൻ നമുക്കൊരു സൈക്കോളജിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ പോലും അതിന് തുറവി തരാനായിട്ടുള്ള ഇനീഷ്യൽ സ്റ്റെപ്പ് ശരിക്കും പ്രയർ വഴി നമുക്ക് കിട്ടും. ആ സൊല്യൂഷൻ കിട്ടുക ഡിവോഴ്സിലേക്കോ അങ്ങനത്തെ അല്ലെങ്കിൽ നശിപ്പിച്ചേക്കോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം നശിച്ചു അല്ലെ ചിലർ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുന്നവരുണ്ട്. അതായത് ഇത് എങ്ങനെയും കുറച്ച് നാളൊന്ന് എത്തിച്ചിട്ട് ഒരു കാര്യം കഴിയുമ്പോൾ ഇതിനങ്ങ് വിട്ടേക്കാം. അതായത് മക്കൾ വലുതായി ഒന്ന് വിവാഹം കഴിച്ച് പോകുന്നിടം വരെ എങ്ങനെയെങ്കിലും നിർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ കടിച്ചു പിടിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. നമുക്കറിയാൻ പാടില്ല, ഇഷ്ടം പോലെ മനുഷ്യരുണ്ട്. ഇനി ഇത് നമ്മൾ വിചാരിക്കും സംശയരോഗം ഈ പറഞ്ഞ ആണിന് പെണ്ണിനോട് മാത്രമാണെന്നല്ല, നേരെ തിരിച്ചുമുണ്ട്. നമ്മൾ പലപ്പോഴും പെൺകുട്ടികളുടെ കഥകളാണല്ലോ നമ്മൾ പുറമേ കേൾക്കുന്നത്. നന്നായി സഫർ ചെയ്യുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്, നല്ല ഒത്തിരി ആൺകുട്ടികളുണ്ട്. ഈ ഒരു ടോപ്പിക് വളരെ മനോഹരമായി നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഇതിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് പ്രോപ്പർ ഗൈഡൻസ് കൊടുത്ത് വെദർ ഇറ്റ് സൈക്കോളജിക്കലി ആണെങ്കിലും സ്പിരിച്വലി ആണെങ്കിലും പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കൗൺസിലിംഗ് രീതിയോ അല്ലെങ്കിൽ ഇതുമായി സഫർ ചെയ്യുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് രീതിയിലാണെങ്കിൽ അതുമായി ബന്ധപ്പെടുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു പ്രോപ്പർ ഗൈഡൻസോടുകൂടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുക ഈ ഒരു പ്രോബ്ലം വരുന്നവരും. ഡെഫിനറ്റ്ലി ഡിവോഴ്സ് ഇസ് നോട്ട് എ സൊല്യൂഷൻ ഫോർ ദിസ്. എന്താണെങ്കിലും നമുക്ക് ഇത് കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവരുടെ പ്രത്യേകിച്ച് ഈ മേഖലകളിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകാം. അവർക്കൊക്കെ വേണ്ടി ഒന്ന് പപ്പ ഒന്ന് പ്രാർത്ഥിച്ച് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. കാരുണ്യവാനായ പിതാവേ,
എല്ലാ പിതൃത്വങ്ങളുടെയും പിതാവായ അങ്ങയുടെ കരങ്ങളിൽ എല്ലാ മക്കളെയും ഇത് ശ്രമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന അവസ്ഥകൾ, ജീവിതങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു സംശയ രോഗമെന്ന അല്ലെങ്കിൽ സംശയമെന്ന ആ ഒരു പ്രശ്നം മൂലം ബുദ്ധിമുട്ടുന്ന വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും എല്ലാ ദാമ്പത്യ ജീവിതങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെ പ്രിയപുത്രൻ്റെ ബലിയിൽ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് വിശ്വസിക്കുവാൻ, ആ ദൈവത്തിൽ ആശ്രയിക്കുവാനും, അങ്ങനെ ആ കുരിശിൻ്റെ ശക്തിയാൽ അവിടെ മാനസികമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള മുറിവുകളാണെങ്കിൽ അവിടെ സൗഖ്യമുണ്ടാകുവാനും, അല്ലെങ്കിൽ സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളാണെങ്കിൽ അവിടെ നീ ഇടപെട്ട് നിൻ്റെ രക്ഷയുടെ അനുഭവം അവർക്ക് നൽകുവാനും സാധിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ഒപ്പം കർത്താവേ, അവിടെ ഏതെങ്കിലും തിന്മയുടെ പ്രവർത്തനങ്ങളാണെങ്കിലും അതും യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ കുരിശിൻ്റെ ബലിയിലും അതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഉള്ള വലിയ സത്യം മക്കൾക്ക് ബോധ്യമാക്കി കൊടുക്കണതിനുള്ള വിശ്വാസം കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാത്തിലുപരിയായി ഈ പ്രോഗ്രാം കേട്ട് വേദനിക്കുന്ന മക്കളൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമത്തിന് ശക്തിയാൽ അവർക്ക് അതിനൊരു സൊല്യൂഷൻ കൊടുക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നിൻ്റെ ബലിയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം യേശുവിൽ ദൈവം നൽകിയിട്ടുണ്ട്. അങ്ങനെ നിന്നിൽ ആശ്രയിച്ച് ഈ മക്കൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് അവർക്ക് പരിഹാരവും അത് ഒരു വലിയ കൃപയും അനുഗ്രഹമാക്കി മാറ്റാനുള്ള അനുഗ്രഹം അവർ കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭ ഹൃദയത്തിൻ്റെ മാതൃശക്തിയാലും വിശുദ്ധ ഔസേപ്പിൻ്റെ മാതൃശക്തിയാലും ഈ പ്രാർത്ഥനകൾ സ്വർഗത്തിന് സ്വീകാര്യമാകട്ടെ. കർത്താവിൻ്റെ കരുണ എല്ലാ മക്കളുടെ മേലും ഉണ്ടാകുകയും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറി അത് അവർക്ക് വലിയ സന്തോഷവും സമാധാനത്തിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനൊക്കെ നിങ്ങൾക്ക് സൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഇനിയും ഉണ്ട്, പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഏഞ്ചൽ സാമിയുടെ ഓഫീസ് നമ്പറുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 0484295580 അല്ലെങ്കിൽ ഡ്രോപ്പ് us your mail at info@angelsami.in. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. Until then, goodbye. Thank you.